ഇല്ല, എനിക്ക് അങ്ങനെ ഒരു സിനിമകളുടെ പേര് ഇങ്ങോട്ട് പറഞ്ഞാൽ പറയാം. മലയാള സിനിമയെ കുറിച്ചില്ല. അതല്ല, അങ്ങനെയല്ല. എനിക്ക് മോഹിനിയാട്ടം വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇപ്പൊ ശ്രീനിയേട്ടൻ എന്നോട് സൺഡേ ഗ്രൗണ്ട് കഴിഞ്ഞപ്പോ ശ്രീനിയേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടില് ക്ഷണിച്ചു, ചായ കുടിക്കാൻ ക്ഷണിച്ചു. ശ്രീനിയേട്ടൻ ചോദിച്ചു, എടോ എല്ലാരും ചോദിക്കും ഞാൻ ഇത്രയും സിനിമ എഴുതിയിട്ടുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് എല്ലാവരും ചോദിക്കും. ഞാൻ പറയും, ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഏതാണോ അതാണ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് പറയുമ്പോൾ മോഹിനിയാട്ടം ഇപ്പൊ അവര് സെലിബ്രേഷൻ വിളിച്ചിട്ടുണ്ട്, 28ാം സെലിബ്രേഷൻ അല്ലേ? കുഞ്ഞു സിനിമയായിട്ട് നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ധൈര്യം അതല്ലേ? കൊച്ചു സിനിമകളാണ് ഇവിടെ ബമ്പർ ഹിറ്റ് അടിക്കുന്നത്. ഇപ്പൊ നമ്മള് കഴിഞ്ഞ പുറകോട്ട് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും, എല്ലാം ബഡ്ജറ്റ് അല്ല ഇവിടെ, ആര് അഭിനയിച്ചു എന്നുള്ള വിഷയമേ അല്ല. കോണ്ടന്റിന് ഇത്രയേറെ പ്രാധാന്യമുള്ള ഏത് നാട്ടിലുള്ള ഡയറക്ടർക്കും സ്വപ്നം കാണാവുന്ന ഒരു സ്ഥലമാണ്. അതായത് അവരുടെ സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റാത്തൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. എന്ത് തരം കോണ്ടന്റ് ഇപ്പൊ കണ്ടിങ്ങോട്ട് വരുമ്പോ ബാലൻ എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്ററുകൾ കണ്ടു, സന്തോഷമുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതി ഒരു പോസ്റ്റർ പോലും വരുന്ന വ്യത്യാസം നോക്കും അല്ലെ? അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് പോലെ ഇത്രയും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ കഴിഞ്ഞിരിക്കുന്ന ഒരു സംവിധായകൻ എടുക്കുന്ന, അയാൾക്ക് ഏത് ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കിട്ടില്ല, അയാൾ എടുക്കുന്ന എഫോർട്ട് കൊടുക്കും. പുതിയൊരു പരിപാടി, ഈ പുതിയ പരിപാടി എന്നുള്ള സംഗതി എന്ത് തന്നെയാണെങ്കിലും, അതിപ്പോ ഹോം എന്ന് പറയുന്ന സിനിമ ആയിക്കോട്ടെ, ജാനേമൻ ആയിക്കോട്ടെ, മധുരമായിക്കോട്ടെ, കൊച്ചു സിനിമകളാണ് നമ്മുടെ ബമ്പർ ഹിറ്റുകൾ. ഇപ്പൊ വാഴ ആലോചിച്ചു, 200 കോടി ചില്ലറ കളിയാണോ ഇത്രയും ചെറിയ ബജറ്റിൽ? അപ്പൊ അത്രയും ഒരു പർദീസ പോലത്തെ ഇൻഡസ്ട്രിയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രി. ആ ഇൻഡസ്ട്രിയിൽ നമ്മൾ എല്ലാവരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. ഇപ്പൊ ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റിൽ ഒന്നുമല്ല, കേട്ട കഥകളിൽ വളരെ താല്പര്യം തോന്നിയ ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുമെന്ന് വിശ്വാസം തോന്നിയ ഒരു സിനിമയാണ്. പുതിയ പുതിയ സാധനങ്ങൾ ചെയ്യണം. എന്തായാലും ഇതുവരെ മോശമായിട്ടില്ലല്ലോ, എല്ലാം വിജയിച്ചിട്ടില്ല. അപ്പൊ അതേപോലെ അല്ലു അർജുൻ ആരാധകർക്ക് ജിസേട്ടൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ചിലപ്പോ നമ്മൾ അല്ലു അർജുനോട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഇപ്പൊ ജിസേട്ടനെ കാണുമ്പോൾ സംസാരിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അതേപോലെ ഈ ബർത്ത്ഡേ വിഷു വീഡിയോ ഒക്കെ ചോദിച്ച് ആരാധകർ വിളിക്കാറുണ്ടോ? ആ സൗണ്ട് കിട്ടാൻ ഒരുപാട് വിളിക്കാറുണ്ട്. അതായത് കുട്ടികളെ ഉപദേശിക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അതാണ് എന്റെ ഏറ്റവും വലിയ തമാശ. അതായത് ഒരു സമയത്ത് എബ്രിക്ഷൈനല്ലേ, എബ്രിക്ഷൈൻ നമ്മുടെ 1983 ചെയ്യുന്ന ആ സമയത്ത്, ആ സിനിമ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് മോനെ ഒന്ന് ഉപദേശിക്കണം. ഞാനെന്ത് ഉപദേശിക്കാറുള്ള, അല്ല ഞാൻ അല്ലു അർജുന് ഫോൺ കൊടുക്കാന്ന് പറഞ്ഞു. അല്ലു അർജുൻ ആണെന്ന് വിളിക്കാം, നീ പറഞ്ഞാൽ കേൾക്കും. ഇവൻ വിളിക്കാം, ഹലോ അല്ലു, ഞാൻ എന്റെ ഫോൺ കൊടുക്കാൻ, ഒന്ന് സംസാരിക്കാമോ? അപ്പൊ ഞാൻ, ഹലോ മോനെ, എന്താണ് വിശേഷം? നീ പഠിക്കുന്നില്ല എന്ന് കേട്ടു, നന്നായിട്ട് പഠിക്കണം, അച്ഛൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം. ഈ കുട്ടി വിശ്വസിച്ചു. മനസ്സിലായത് അവൻ വലുതായി കഴിഞ്ഞിട്ടാണ് ഞാനോട് പറഞ്ഞത്, നിന്നെ പറ്റിക്കുകയാണ്. മനസ്സിലായോ? ഞാനാണ് സംസാരിച്ചോണ്ടിരുന്നത്. ഇത് മാത്രം കുറിച്ചെടുത്തിടരുത്. ഒരുപാട് ആൾക്കാർ വിളിക്കാറില്ല ഈ സൗണ്ട് കേൾക്കണം, അങ്ങനെ ഒന്നുമില്ല. വെറുതെ അറിയാം, ഒരാൾ പോലും വിളിച്ചിട്ടില്ല. പെൺകുട്ടികളൊന്നും വിളിക്കാറില്ല. കോണ്ടന്റ് ഉണ്ടാക്കുന്ന സൈഡിൽ നിന്ന് കോണ്ടന്റ് ഉണ്ടാക്കുന്ന